കഥാവിൽ പ്രിയരെ, ഡോക്ടേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന ഈ ഹാർവസ്റ്റ് പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് മുഖാന്തരമായി വൈദ്യശാസ്ത്ര രംഗത്ത് പ്രഗത്ഭനായിരിക്കുന്ന ഡോക്ടർ ക്രിസ്റ്റോ എസ് റസാലത്തെ പരിചയപ്പെടുവാൻ, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയും ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസത്തിലൂടെയും നമുക്ക് ഒരുമിച്ച് ഒന്ന് സഞ്ചരിച്ച് ചില പാഠങ്ങൾ ഏറ്റെടുക്കുവാനാണ് നമ്മൾ ശ്രമിക്കുവാൻ പോകുന്നത്. ബഹുമാന്യനായിരിക്കുന്ന ഡോക്ടർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് പീഡിയാട്രിക്സിൻ്റെ പ്രൊഫസറായി റിട്ടയർ ചെയ്യുകയും തുടർന്ന് ഇന്ന് ജൂബിലി ആശുപത്രിയിൽ പീഡിയാട്രിക്സ് വിഭാഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ, പീഡിയാട്രിക്സ് എന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് രണ്ട് വാക്ക് ഞങ്ങളോടൊന്ന് സംസാരിക്കാം. നവജാത ശിശു മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ ഞങ്ങൾ അവരുടെ പ്രതിരോധ ചികിത്സകളിലും അവർക്ക് അസുഖങ്ങൾ വരുമ്പോൾ അതിനെ ചികിത്സിക്കുന്നതിനും അവരുടെ വളർച്ച, അവരുടെ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ അസസ് ചെയ്യുന്നതിനും ഒക്കെ ഞങ്ങളുടെ ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ, ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളിൽ സ്വഭാവ വൈകല്യങ്ങളൊക്കെ കാണുന്നതിന് പിന്നിൽ മാതാപിതാക്കളുടേതായിരിക്കുന്ന പെരുമാറ്റങ്ങൾ, കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ഇതിലൊക്കെ വലിയ റോള് ഉണ്ട് എന്ന്. ഇത് സംബന്ധമായി ഡോക്ടറുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായിട്ടും അതിൽ വലിയ കാര്യം ഉണ്ട്. കാരണം പണ്ട് കൂട്ടുകുടുംബം ഒക്കെ ആയിരുന്ന സമയത്ത് കുട്ടികളുടെ മാതാപിതാക്കളും അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അങ്ങനെ കുടുംബത്തിൽ തന്നെ ധാരാളം ആൾക്കാർ ഉണ്ടായിരിക്കുകയും ഈ കുട്ടികളുടെ മാനസികമായിട്ട് ഉള്ള വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ എല്ലാവരുടെയും സ്വാധീനം ഉണ്ടായിരിക്കുകയും ചെയ്യുമായിരുന്നു. പണ്ടൊക്കെ ഈ പഠിത്തത്തിന് മാത്രമല്ല പ്രാധാന്യം കൊടുത്തിരുന്നത്, അവർ ദൈവമായിട്ട് അടുക്കുന്നതിനും അവരുടെ സ്വഭാവ രൂപീകരണത്തിനുമൊക്കെ പ്രാധാന്യം നൽകിയിരുന്നു. ഇന്ന് ഒരു കുഞ്ഞ് 2 വയസ്സാകുമ്പോൾ തന്നെ അവരെ LKG എൻട്രൻസിന് വേണ്ടി പഠിപ്പിക്കാനും അന്ന് മുതൽ മാതാവും പിതാവും ഈ കുട്ടിയുടെ 2 വയസ്സ് വരുന്ന പറ്റുമെങ്കിൽ ഒരു കമ്പും കൂടെ വെച്ച് ആ കുഞ്ഞിനെ വളരെയധികം മാനസിക പിരിമുറുക്കം ഉണ്ടാക്കത്തക്ക രീതിയിൽ അതിനെ പഠിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. ഇങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികൾ അവസാനം മാതാപിതാക്കളോട് തന്നെ അവർക്ക് വെറുപ്പുണ്ടാകുകയും അതുമാത്രമല്ല മറ്റു കുട്ടികളോട് സ്കൂളിലൊക്കെ പോയി ചേർന്ന് കഴിയുമ്പോൾ മറ്റു കുട്ടികളോടും സമൂഹത്തോടും തന്നെ അവർക്കൊരു വെറുപ്പും, അവർ സത്യവേദ പുസ്തകത്തിൽ പറയുന്ന പോലെ അവർ സ്വസ്നേഹികളായി തീരുകയും അവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ധാർഷ്ട്യക്കാരും ദൂഷകന്മാരും ഒക്കെ ആയിത്തീരുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അത് കാരണം ഇന്ന് ഈ സമൂഹത്തിൽ വളരെയധികം ക്രൂരകൃത്യങ്ങളും ഗുണ്ടാകൾ തന്നെ ആയി വരുന്ന പ്രവണത വളരെയധികം കാണുന്നുണ്ട്. ഡോക്ടർ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. അപ്പോൾ ഈ ക്രൈസ്തവ വിശ്വാസത്തിന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതായി ഡോക്ടറിന് തോന്നിയിട്ടുണ്ടോ? അപ്പനമ്മമാർ ഈ വിശ്വാസം കുഞ്ഞുങ്ങളോട് പങ്കുവെക്കണമെന്നുള്ള അഭിപ്രായത്തിലാണോ? തീർച്ചയായിട്ടും. കാരണം കുട്ടികളെ നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല നിലയിൽ എത്തിക്കണം. കാരണം നമ്മുടെ മാതാപിതാക്കളും നമ്മളെ നല്ലവണ്ണം പഠിപ്പിച്ച് നമ്മളെ ഈ നിലയിലാക്കി. പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പോൾ എൻ്റെ കുടുംബത്തിലാണെങ്കിൽ എൻ്റെ മാതാവും പിതാവും ഒക്കെ ക്രിസ്തീയ മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുവാൻ തക്കവണ്ണം സൺഡേ സ്കൂളിൽ വിടുകയും പള്ളിയിൽ മുടക്കമില്ലാതെ പോകുന്നതിനും അതുപോലെ തന്നെ വചനം വായിക്കുന്നതിനും ഒക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ആ വചനം നമ്മുടെ ഉള്ളിൽ ഈ കുട്ടികളുടെ ഉള്ളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വചനമാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ വരികയും നമുക്ക് വേണ്ടുന്ന രൂപാന്തരത്തെ വരുത്തുകയും നമ്മൾ ആ വചനമാകുന്ന യേശു നമുക്ക് കാണിച്ചു തന്ന ആ മാതൃകയിലൂടെ തന്നെ നമ്മൾ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. വചനം നമ്മുടെ ഉള്ളിൽ വന്നില്ല എങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള മാർഗത്തിൽ തെറ്റായിട്ടുള്ള വഴികളിൽ നടക്കാനും നമ്മൾ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. ഡോക്ടറുടെ കുടുംബത്തിൽ പള്ളിയിൽ പോകാൻ നിർബന്ധിക്കുകയും സൺഡേ സ്കൂളിന് വിടുകയും ഒക്കെ ചെയ്തത് ഇന്ന് ഡോക്ടറുടെ ആത്മീക നിലവാരം ഉയർത്തുവാനും ഒരു നല്ല സമൂഹത്തിലുള്ള ഒരു നല്ല വ്യക്തിയായി ജീവിക്കുവാനും ഡോക്ടറെ പ്രേരിപ്പിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസത്തെ വർത്തമാന പത്രങ്ങളിൽ ഒരു മകൻ തൻ്റെ പിതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പല തുണ്ടുകളായി വെട്ടി നുറുക്കി പലയിടങ്ങളിൽ ഇട്ടതിനെക്കുറിച്ചുമൊക്കെ വായിക്കുവാൻ തക്കണം ഇടയായി. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തരുതാത്തതുണ്ടോ?
മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് ഡോക്ടർ ഒന്ന് സംസാരിക്കുവാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമ്മൾ കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കരുത്. കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വരണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. പക്ഷേ നമ്മളവരെ കോപിപ്പിക്കാതെ സ്നേഹത്തോടെ, നമുക്കറിയാം ദൈവം സ്നേഹമാകുന്നു, ആ സ്നേഹമാകുന്ന ദൈവത്തെ അവരുടെ ഉള്ളിൽ കൊടുത്തുകൊണ്ട് അവരെ ആ സ്നേഹത്തിൽ തന്നെ വളരുവാൻ, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നമ്മുടെ അയൽക്കാരനെ അല്ലെ നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നില്ല എന്ന് വരികയും ചെയ്താൽ നാം കള്ളം പറയുന്നു എന്നാണല്ലോ ദൈവം പറയുന്നത്. അപ്പം അതുകൊണ്ട് നാം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈ സ്നേഹമാകുന്ന ദൈവത്തെ നാം തീർച്ചയായിട്ടും നാം കൊടുക്കണം. ആ ദൈവത്തെ നാം കൊടുക്കണമെങ്കിൽ നാം വചനം അവരെ പഠിപ്പിച്ച് ആ വചനം അവരുടെ ഉള്ളിൽ ആകുമ്പോൾ അവർക്ക് ദൈവത്തെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് സാധിക്കും. കർത്താവിൽ പ്രിയരേ, മക്കൾ ശരിക്കും ദൈവത്തിൻ്റെ ദാനമാണ്, നമുക്ക് ദൈവം തരുന്ന അവകാശവും പ്രതിഫലവും. എന്നാൽ അവർ നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ മേലുള്ള ഒരു ഉടമസ്ഥതയല്ല നമുക്ക് ദൈവം തരുന്നത്, ഒരു കാര്യവിചാരകത്വമാണ്. വി ഗോട്ട് ബി ഗുഡ് സ്റ്റീവേർഡ്സ് ഓഫ് ദോസ് ചിൽഡ്രൻ. അവരുടെ ജീവിതങ്ങൾ ദൈവം ആഗ്രഹിക്കും വണ്ണം ആയിത്തീരേണ്ടുന്നതിന് മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് വലിയൊരു റോളാണുള്ളത്. അവരെ ദൈവവചനം പഠിപ്പിക്കുവാൻ, ദൈവവചനപ്രകാരം ജീവിക്കേണ്ടുന്നത് എങ്ങനെയെന്ന് മാതൃകയായി നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനൊക്കെ നമ്മൾ ബാധ്യസ്ഥരാണ്. അവരെ സ്നേഹത്തിൽ പൊതിഞ്ഞ് അവരെ പ്രകോപിപ്പിക്കാതെ നല്ല ദൈവമക്കളായി നമുക്ക് വളർത്തുവാൻ കഴിഞ്ഞാൽ നാളെ സമൂഹത്തിന് അവർ ബാധ്യതയാകത്തില്ല, സമൂഹത്തിൽ അവർ പ്രശ്നക്കാരാകത്തില്ല, സമൂഹത്തിന് അനുഗ്രഹ വിഷയങ്ങൾ തന്നെ ആയിരിക്കാൻ അവർക്ക് ഇടവരും. ഇതാണ് ഡോക്ടറിലൂടെ നമ്മൾ കേൾക്കുവാൻ തക്കണം ഇടയായത്. ഡോക്ടർ ഒരു കാര്യത്തിലേക്ക് കൂടി ശ്രദ്ധ തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക പദപ്രയോഗം താങ്കൾ പറയുവാനിടയായി, നാമമാത്ര ക്രിസ്ത്യാനികളെന്ന്. ശരിക്കും ആരാണ് നാമമാത്ര ക്രിസ്ത്യാനി, ആരാണ് ശരിക്കും ക്രിസ്ത്യാനി? ഇത് ഡോക്ടറൊന്ന് വിശദീകരിക്കുവാൻ കഴിയുമോ? നാമമാത്ര ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മക്കളായിട്ട് ജനിച്ചവർ, ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവർ, വചനം വായിക്കാത്തവർ, ക്രിസ്തു ഉള്ളിൽ ഇല്ലാത്തവർ, അവരുടെ പേര് ക്രിസ്ത്യാനികളുടെ പേരാണ്, നാമമാത്ര ക്രിസ്ത്യാനികളാണ് അവർ. അപ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മുടെ അപ്പനും അമ്മയും ക്രിസ്ത്യാനികളായിരുന്നു എന്ന കാരണത്താൽ ജനിക്കുന്ന മക്കൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം അവർ ക്രിസ്ത്യാനികളല്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഒരു ക്രിസ്ത്യാനി ആകാൻ ഒരു വ്യക്തി എന്താ ചെയ്യേണ്ടതെന്ന്? വചനത്തിൽ പറയുന്ന പോലെ നാം ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ നാം യേശുവിനെ നമ്മുടെ കർത്താവായിട്ട് നാം നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നാം പൂർണ്ണമായിട്ട് ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും എന്ന് വചനം പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്ത്യാനി. ഡോക്ടർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചിലപ്പോൾ ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് അവർ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ അവർ ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഒരു മിഥ്യാബോധത്തിലായിരിക്കുകയാകാം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ രക്ഷ സ്വീകരിക്കുവാൻ, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താങ്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം രക്ഷിക്കപ്പെടേണ്ടതിന് ഒരു പ്രാർത്ഥന ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുമോ? നാം റോമർ 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും വചനം പറയുന്നു. അപ്പോൾ ആ വചനം പറഞ്ഞ് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് എന്നോടൊപ്പം ചേർന്ന് ഈ പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പരിശുദ്ധനുമായ സ്വർഗീയ പിതാവേ, എന്നെ കേൾക്കുന്ന ജനത്തെ, ഓരോ വ്യക്തികളെയും യേശുവിൻ്റെ ശിഷ്യന്മാരാകുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ വചനം പറഞ്ഞ് അവരും രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരും എന്നോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ ഞാൻ എൻ്റെ കർത്താവെന്ന് എൻ്റെ വാഗൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന എന്നോടൊപ്പം ചൊല്ലിയ എല്ലാവരെയും കർത്താവ്
ദൈവത്തിൻ്റെ മക്കളാക്കുവാൻ, രക്ഷയുടെ അനുഭവം തരുവാനായിട്ട് ഇപ്പോൾ സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിക്കുന്നു. നിങ്ങൾ ഇനി തുടർന്ന് സത്യവേദ പുസ്തകം വായിക്കുകയും വചനം പറയുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ ദൈവം നിങ്ങളെ അതിലൂടെ സഹായിക്കും. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ബഹുമാന്യനായ ഡോക്ടർ ദൈവശാസ്ത്രപരമായ ഒരു വലിയ മർമ്മമാണ് നമ്മളോട് പങ്കുവയ്ക്കുവാൻ ഇടയായത്. ലോകത്തിൽ ഒത്തിരി പേര് മേലോട്ട് നോക്കി ദൈവത്തോട് എന്നതുപോലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പേർ വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, സ്വർഗസ്ഥനായ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്ന എല്ലാവർക്കും ദൈവം പിതാവല്ല. ദൈവം എല്ലാവരുടെയും സൃഷ്ടാവാണ്. പക്ഷേ ആരുടെ പിതാവാണവനെന്ന് അറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 1-ാം അധ്യായം 12-ാം വാക്യം നമ്മളോട് പറയുന്നു, അവനെ, അതായത് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന്. അതെ, ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചുവെന്ന് വിചാരിച്ച് താങ്കൾ ക്രിസ്ത്യാനിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു ക്രിസ്ത്യാനിയാകുവാൻ ക്രിസ്തുവിനെ അകത്ത് രക്ഷിതാവായി, കർത്താവായി സ്വീകരിക്കണം. ഡോക്ടർ, ഒരുപാട് രക്ഷിക്കപ്പെട്ടവർ പാപക്ഷമ പ്രാപിക്കുന്നത് ദൈവകൽപ്പനയാണെന്ന് മനസ്സിലാക്കി, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് ദൈവകൽപ്പനയാണെന്ന് മനസ്സിലാക്കി ദൈവമക്കളാകാറുണ്ട്. അതേ തുടർന്ന് ചിലരൊക്കെയും ഒരു അനുസരണയുടെ അടുത്ത പടി എന്നോണം ജലത്തിൽ മുങ്ങിയുള്ള ഒരു സ്നാനത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഡോക്ടർ സ്നാനപ്പെട്ട ആളാണോ? സ്നാനം ആവശ്യമാണോ? ഇതൊന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരാമോ? ദൈവവചനം പറയുന്നു വിശ്വസിച്ച് സ്നാനം എടുക്കണം എന്ന്. അപ്പോൾ ആ വചനം ഞാനും അനുസരിച്ചിട്ടുണ്ട്. അല്ലാതെ ശിശുക്കളുടെ സ്നാനത്തെക്കുറിച്ചോ ദൈവത്തിലെ വിശ്വാസം വരുന്നതിന് മുമ്പേ എടുക്കുന്ന സ്നാനത്തെക്കുറിച്ചോ ഒന്നും അപ്രകാരം വചനത്തിൽ ഒരിടത്തിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ വചനം അനുസരിച്ച് നാം വിശ്വസിച്ചതിന് ശേഷം നാം സ്നാനം എടുക്കണം. ഡോക്ടർ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ച ഒരാളാണ് അല്ലേ? അതെ. താങ്കളുടെ ജീവിതത്തിൽ ആ യേശുവിൻ്റെ സ്നേഹം പ്രവർത്തിച്ചതാണോ താങ്കൾക്കൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസായി മാറുവാൻ കാരണമായ? തീർച്ചയായിട്ടും. കാരണം ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് 1969 എനിക്ക് പെപ്റ്റിക് അൾസറിൻ്റെ അസുഖം വന്നു. അത് ഞാൻ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്തും ആ അസുഖം കൂടി വന്നു. അതായത് 20 വർഷം ഈ അസുഖം കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. അവസാനം 89 നവംബറൊക്കെ ആയപ്പോൾ എനിക്ക് ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ വയ്യാത്ത സ്ഥിതി. അത്രയ്ക്ക് വളരെ 20 വർഷം ഞാൻ അവസാന സമയങ്ങളൊക്കെ എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്ത തന്നെ ആയി. അങ്ങനെ മരുന്ന് പോലും കഴിക്കാൻ വയ്യാത്ത സ്ഥിതിയിലായി. മരുന്ന് കഴിക്കുന്നതുകൊണ്ടൊരു പ്രയോജനമില്ല. ഒന്നും വെറും കഞ്ഞി കുടിക്കുക എന്നല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ വയ്യാത്ത കണ്ടീഷൻ. അപ്പം ദൈവത്തിൻ്റെ മഹത്വം ദൈവം വേറെ ആർക്കും കൊടുക്കുകയില്ല എന്നുള്ളത് വചനം പറയുന്നു. ദൈവം അപ്രകാരം എൻ്റെ ജീവിതത്തിലും ദൈവനാമം മഹത്വപ്പെടാനായിട്ട് ദൈവത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുക. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ കഴിച്ച മരുന്നിൻ്റെ ഇഫക്റ്റ് കൊണ്ടും കൂടെയാണ് അസുഖം മാറിയത്. അപ്പോൾ ആ ഒരു ചിന്ത മാറ്റിത്തരാനായിട്ട് ഈ മരുന്നെല്ലാം നിർത്തേണ്ടി വന്നു. അത് കഴിക്കാൻ വയ്യ. 1 മാസം കഴിഞ്ഞപ്പോൾ മരുന്നിൻ്റെ എഫക്റ്റ് എല്ലാം കംപ്ലീറ്റ്, മരുന്നിൻ്റെ എഫക്റ്റൊക്കെ ഒരാഴ്ച മാറിക്കാണും, എന്നാലും ദൈവം കുറച്ചുകൂടെ സമയമെടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനും കുടുംബവും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ട് ദൈവം അത്ഭുതകരമായിട്ടുള്ള ഒരു രോഗസൗഖ്യം ഈ 20 പരം വർഷം നീണ്ടു നിന്ന പെപ്റ്റിക് അൾസറിൻ്റെ അസുഖം കംപ്ലീറ്റ് മാറി. അത് ആധുനിക വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആ സമയത്ത് ഡോക്ടർ ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള വിശ്വാസിയാണോ? വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിശ്വാസം. എന്നിട്ടും ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അന്ന് ചെയ്തത് ശരിക്കും അർഹതപ്പെടാത്ത ഒരു നല്ല ദാനം എന്നാണ്, കൃപ പകർന്നു. അപ്പം അതിന് ശേഷം ബൈബിൾ വായിക്കാനായിട്ട് ദൈവം എന്നെ വളരെയധികം എനിക്ക് ഒരു ആഗ്രഹം തന്നു. അതിനു മുമ്പേയൊക്കെ ഞാനിങ്ങനെ ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുന്ന ഭാഗം എടുക്കും, വായിക്കും, അടച്ചു വയ്ക്കും. അതിനുശേഷം തുടർച്ചയായിട്ട് ബൈബിൾ വായിക്കാനും ആ വായിക്കുന്ന വചനങ്ങളിലെ ആന്തരിക അർത്ഥം മനസ്സിലാക്കി തരാനും ദൈവം ഇടയാക്കി. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ താഴെ വയ്ക്കാതെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വായിച്ചു വന്നപ്പോൾ എനിക്ക് ദൈവത്തോടുള്ള കടപ്പാട് വളരെയധികം എനിക്കുണ്ടാകാൻ ആയിട്ടുള്ള ഒരു വചനം ഇപ്പോൾ പാസ്റ്റർ ചോദിച്ചതിൻ്റെ ഉത്തരവാണ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം.
ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അത് ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എന്നെ ഈ ദൈവം സ്നേഹിച്ച് ഞാൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ മകൻ, രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മകനാകുന്നതിന് മുമ്പേ തന്നെ ദൈവം എനിക്ക് സൗഖ്യം തന്നത് എനിക്ക് അതങ്ങ് ഓർത്തെനിക്ക് പിന്നെ എനിക്ക് ദൈവത്തിൻ്റെ കാലിൽ വീഴാനല്ലാതെ എനിക്ക് ദൈവത്തിന് നന്ദി പറയാനല്ലാതെ വേറൊന്നുമില്ല. ആ ഒരു അവസ്ഥയിൽ ഞാനായി. അത്രയ്ക്ക് എനിക്ക് ദൈവത്തോട് ഒരു കടപ്പാടായി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മറ്റ് ചില ഡോക്ടേഴ്സുമായിട്ടൊക്കെ പങ്കുവെച്ചപ്പോൾ ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും നടക്കരുത്, ഇത് നമ്മുടെ ശാസ്ത്രത്തിൽ ചേർന്നതല്ല, ഇത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ നമ്മൾ ഡോക്ടർമാരെന്തിനാ, ഡോക്ടർമാരുടെ ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി, അമേരിക്കൻ പ്രസിഡൻറ്റിനെ ചികിത്സിക്കുന്ന ഡോക്ടർ, അതായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടറായിരിക്കണമല്ലോ, ആ ഡോക്ടർക്കും ചികിത്സിക്കാനേ പറ്റൂ. സൗഖ്യം തരാൻ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശുവിന് മാത്രമേ സാധിക്കൂ. നമ്മൾ ചികിത്സിക്കണം. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമാണ്. അപ്പോൾ വൈദ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈദ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിനെതിരായിട്ടുള്ള കാര്യമല്ല. ഈ ലോകത്തിൽ ദൈവം വെച്ചിരിക്കുന്ന സാധനങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ച് അതിനെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. അല്ല, നമ്മൾ വേറെ ഒരിടത്തു നിന്നൊന്നും കൊണ്ടുവരുന്നില്ല, അല്ല. അപ്പോൾ അതിനോടൊന്നും ദൈവത്തിന് എതിർപ്പോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഫൈനൽ വേർഡ് യേശുവാണ്, ദൈവമാണ്. യേശുവിൻ്റെ മുറിവിലൂടെയാണ് നമുക്ക് സൗഖ്യം വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഡോക്ടർമാർ അത് മനസ്സിലാക്കി മഹത്വം ദൈവത്തിന് കൊടുക്കാമെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾക്ക് ദൈവം സൗഖ്യം കൊടുക്കുകയും നമുക്കും അതൊരു നല്ല കാര്യമായിട്ട് തീരുകയും ചെയ്യും. ഡോക്ടറോട് ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. താങ്കൾ പഠിച്ച വൈദ്യശാസ്ത്രം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കന്യകയ്ക്ക് ഗർഭം ധരിക്കുവാൻ ഒക്കത്തില്ല. മരണം ഒരു ഫൈനാലിറ്റിയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ ഒക്കത്തില്ല. എന്നാൽ താങ്കൾ പറയുന്ന ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനവും യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതൊക്കെയും. അപ്പോൾ ഇത് ശരിക്കും വിശ്വാസയോഗ്യമാണോ? എന്താണ് ഡോക്ടറിൻ്റെ അഭിപ്രായം? ഒരു വിശ്വാസി അല്ലാത്ത ഒരു ഡോക്ടറോട് ഈ ചോദ്യം ചോദിച്ചാൽ ആ ഡോക്ടർ പറയും ഇത് രണ്ടും അസാധ്യമാണ്, ഇങ്ങനെ ഒരു കാര്യം നടക്കത്തേയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആ കൃപയാൽ എനിക്ക് ഒട്ടും അർഹതപ്പെട്ടതല്ല, ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് എന്നോട് കൃപ തോന്നി എനിക്ക് വൈദ്യശാസ്ത്രത്തിന് നൽകാൻ പറ്റാത്ത സൗഖ്യം തന്നു. ആ സൗഖ്യം കിട്ടിയിട്ട് ഇപ്പോൾ 27 വർഷമായി. പിന്നീട് വേറെയും പല അസുഖങ്ങൾ വന്നു. അത് ഒരു വൈറൽ മയോപെരിക്കാർഡൈറ്റിസ്, ഫൾമിനൻറ്റ് വൈറൽ മയോപെരിക്കാർഡൈറ്റിസ്, അത് വളരെ സിവിയറായിട്ടുള്ള വിത്ത് കാർഡിയക് ഫെയിലിയർ ആയിട്ട് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ കാർഡിയോളജി ICUയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു 4-5 സ്റ്റെപ്പേ നടക്കാൻ പറ്റൂ, സംസാരിക്കാൻ വയ്യാത്ത കണ്ടീഷനായി. അപ്പോൾ കാർഡിയോളജിസ്റ്റ് എൻ്റെ ജൂനിയറായിട്ടുള്ള ആളാണ്. അപ്പോൾ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, സാറേ അസുഖം വളരെ ക്രിട്ടിക്കലാണ്, എന്ത് വേണേലും സംഭവിക്കാം. അപ്പോൾ ഇത്രയും കേട്ടാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ ഞാൻ അപ്പം മരിച്ചു പോയേനെ. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ സംഭവം നടന്നതുകൊണ്ട് എനിക്കൊരു ഭയവും ഉണ്ടായില്ല. ഞാൻ അവിടെ കിടന്നുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, ഞാൻ വചനം അയച്ച് നിന്നെ സൗഖ്യമാക്കും. അപ്പോൾ ഈ വചനങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് കിടന്നു. അടുത്ത ദിവസമായപ്പോൾ എന്നെ ICUയിൽ നിന്ന് മാറ്റി. ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സിനൊരു റൂമുണ്ട്, അതിലോട്ട് മാറ്റി. 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു എക്കോ കൂടെ എടുത്തു, എന്നെ ഡിസ്ചാർജ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ് ഹാർട്ട് ബലൂൺ പോലെയൊക്കെ പെരുകും, പിന്നെ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതിക്ക് ആവും, അതുകൊണ്ട് സാറ് കുറച്ചാൾ റെസ്റ്റൊക്കെ എടുക്കണം. ഞാനൊരു 15 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലിക്ക് തിരിച്ച് പോയി. അത് 99-ലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 17 വർഷമായി ഇന്ന് ഞാൻ ജീവിക്കുന്നു. പിന്നീട് എനിക്ക് ഞാൻ റിട്ടയർ ചെയ്തതിന് തൊട്ട് 3-4 മാസം കഴിഞ്ഞപ്പോൾ വലിയ നെഞ്ചുവേദന വന്നു. അപ്പോൾ TMT എടുത്തു. അപ്പോൾ അതിൽ വളരെ കുറച്ചേ എനിക്കതിൽ ഓടാൻ പറ്റിയുള്ളൂ. അപ്പോൾ മിക്കവാറും
മൾട്ടിപ്പിൾ കൊറോണറി ആർട്ടറി ബ്ലോക്ക് ആവാനാണ് സാധ്യത, ഒരു ആൻജിയോ എടുക്കണം എന്ന് കാർഡിയോളജിസ്റ്റ് പറഞ്ഞു. ഞാൻ പോയില്ല. കാരണം ആൻജിയോ ചെയ്താൽ പിന്നെ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ഒക്കെ വേണ്ടി വരും. എനിക്ക് സൗഖ്യം തന്ന കർത്താവിൽ ഞാൻ വിശ്വസിച്ചു, ഞാൻ ആശ്രയിച്ചു. കുറച്ച് മരുന്നുകളൊക്കെ എഴുതി തന്നു. അത് കുറച്ച് ദിവസം സോർബിട്രേറ്റും എക്കോസ്പ്രിനും ഒക്കെ കഴിച്ചു. അപ്പോൾ എക്കോസ്പ്രിൻ എനിക്ക് അത്ര സൂട്ടബിളായി തോന്നിയില്ല. ഏതായാലും കുറച്ച് ദിവസം കഴിച്ചു. പിന്നെ ഞാനതെല്ലാം അങ്ങ് നിർത്തി, വിശ്വാസത്തോടെ എന്നെ നിർത്തി. അതിനുശേഷവും ഇപ്പോൾ 13 വർഷമായി. ഇപ്പോൾ ഞാൻ അത് സംബന്ധമായിട്ടുള്ള മരുന്നുകളൊന്നും തന്നെ കഴിക്കുന്നില്ല. ഇപ്പോൾ അങ്ങനെ നെഞ്ചുവേദനയില്ല. ഇപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. മനുഷ്യർക്ക് അസാധ്യം. അപ്പോൾ ഒരു ഡോക്ടർ, ഒരു സാധാരണ മെഡിക്കൽ ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പറയും, കന്യയെ ഗർഭിണിയാകാൻ പറ്റില്ല, മരിച്ച് 3 ദിവസം കഴിഞ്ഞാൽ ഉയർപ്പിക്കാൻ സാധിക്കില്ല. ശരി, അത് ഒരു മെഡിക്കൽ ഡോക്ടർക്കും മനുഷ്യനായ ഡോക്ടർക്കും സാധിക്കത്തില്ല. പക്ഷേ മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. കാരണം നമ്മെ സ്വന്തം കൈവച്ച് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് സ്വന്തം ശ്വാസം ഊതിത്തന്ന ദൈവത്തിന് നമ്മുടെ ഓരോ കാര്യങ്ങളെയും അറിയാം. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് അതുപോലെ നടക്കും. അതിനെ മറുത്തോ അതിനെതിരായിട്ടോ ആർക്കും നിൽക്കാനോ ചെയ്യാനോ സാധിക്കത്തില്ല. മറ്റ് ഡോക്ടർമാർ ഇതൊക്കെ ചിലപ്പോൾ കേട്ടാൽ പറഞ്ഞ് കളിയാക്കുമായിരിക്കും. പക്ഷേ അവർക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഡോക്ടർമാരിൽ ഒരു ഭൂരിപക്ഷം ഡോക്ടർമാർക്ക് അസുഖങ്ങളുള്ളവരാണ്. അങ്ങനെയുള്ള ഡോക്ടർമാർ അവർ യഥാർത്ഥത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അവർക്കും സൗഖ്യം നൽകും. യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാവും. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാവും. ഡോക്ടർ ഈ ദൈവത്തിങ്കിൽ നിന്ന് ഇത്രത്തോളം നന്മ പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്ന നിലയിൽ ഡോക്ടർ എന്തെങ്കിലും പരിശ്രമിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ദൈവം പ്രവർത്തിച്ചാൽ ദൈവത്തിന് ആ വ്യക്തിയെ കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം സ്വന്തം മകനെ, ഏകജാതനായ മകനെ നമുക്ക് വേണ്ടി ഒരു താഴ്ന്ന ലെവലിൽ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അയക്കുകയും മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഏറ്റവും വേദനയുള്ള മരണം, ക്രൂശ് മരണം, അതിനു മുമ്പേ ഉള്ള ഈ ചൂണ്ട അറ്റത്ത് കെട്ടിയ ചാട്ടവാറിട്ടുള്ള മുതുകൊക്കെ ഉഴുന്നത് പോലെയുള്ള ആ അടിയും ഇതെല്ലാം സഹിക്കാനായിട്ട് ദൈവം സമ്മതിച്ചത് പാപികളായ നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടാൻ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട്, മറ്റൊരു മാർഗവുമില്ല. ദൈവം പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്നൊരു നാമമല്ലാതെ രക്ഷിക്കപ്പെടാനായിട്ട് മറ്റൊരു നാമവുമില്ല. കാരണം നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് യേശു നമുക്ക് വേണ്ടി പാപമായി, നമുക്ക് വേണ്ടി ബലിയായി, അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. ഈ കാര്യം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ബാധ്യസ്ഥതയുണ്ട്. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ദൈവം ഒരു അത്ഭുതം ചെയ്താൽ നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് വേണ്ടി ദൈവം ഈ അത്ഭുതം ചെയ്തത്, ദൈവം നമ്മെ പാപികളായിരുന്നപ്പോൾ സ്നേഹിച്ചത് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെയും രക്ഷയിലേക്ക് കൊണ്ടുവരികയും അവരെയും ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുകയും അവരെയും സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുകയും ചെയ്യാനായിട്ട് നമ്മൾ അവരോടും ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ നല്ല വിശേഷം കൃപയായിട്ട് ലഭിക്കുന്ന ഈ രക്ഷയെക്കുറിച്ച് നാം പറഞ്ഞു കൊടുക്കണം. അപ്പം അതല്ലാതെ നമ്മെക്കുറിച്ച് ദൈവം വേറെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കണക്കിൽ കറപറണ്ട തുണി പോലെയാണ്. അപ്പോൾ എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസിനോട് എനിക്ക് എന്തെങ്കിലും അതിൻ്റെ അവസരം കിട്ടിയാൽ അത് ഞാൻ പാഴാക്കാതെ അവരോട് ഞാൻ ഈ സുവിശേഷം പങ്കുവെക്കാറുണ്ട്. കാരണം പല പേരൻസും അസുഖമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ വല്ല കുഴപ്പമുണ്ടോ? സ്വാഭാവികമാണ് മാതാപിതാക്കൾ. അപ്പോൾ ഞാൻ പറയും, ഈ കുഴപ്പമെന്നുള്ള വാക്കിയെ നിങ്ങൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട. നമുക്ക് സൗഖ്യം തരാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ നിത്യനരകത്തിലേക്ക് വിടാതെ നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ചിലർ പറയും, ഈ നമ്മളതൊന്നും കാണുന്നില്ലല്ലോ, നമുക്ക് ഈ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ
മെഡിക്കൽ കോളേജിൽ ആയിരുന്നപ്പോൾ ധാരാളം കുഞ്ഞുങ്ങൾ അവിടെ വന്ന് മരണപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ എങ്ങനെ ഇരിക്കുമോ, പല കുഞ്ഞുങ്ങളും അസുഖമായിട്ട് കണ്ണടച്ചായിരിക്കും കിടക്കുന്നത്. അവർ മരിച്ചു കഴിയുമ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ രണ്ടിലും ഒരു വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് പോയി. പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനോ അതിലളിക്കാനോ ഒന്നും പറ്റത്തില്ല, കൊണ്ടുപോയി കുഴിച്ചിടാനോ കത്തിച്ച് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം, അപ്പോൾ എന്തോ ഒരു സംഗതി നമ്മിൽ നിന്ന് പോയപ്പോഴാണ് നമ്മൾ മരണപ്പെട്ടത്. അപ്പോൾ ആ പോയതിന് മരണമില്ല. അപ്പോൾ അതൊന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അപ്പം നരകത്തിൽ പോയി കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥിച്ചല്ലേ പൂജ നടത്തി നമ്മെ സ്വർഗത്തിൽ കയറ്റിവിടാം എന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാനിന്നിവിടെ വന്നിരിക്കത്തില്ലായിരുന്നു, ഞാനിതുപോലെ ജീവിക്കത്തുമില്ലായിരുന്നു. ഞാൻ ഈ ലോകപരമായിട്ട് ഞാൻ ജീവിക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ മക്കൾക്ക് എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ മക്കൾക്ക് കുറേ പൈസയും കൊടുത്തിട്ട് പോകുമായിരുന്നു. ഞാൻ മരിച്ചു കഴിയുമ്പം പ്രാർത്ഥന പൂജ നടത്തി എന്നെ സ്വർഗത്തിൽ കയറ്റി വിടുക. ദൈവം പറയുന്നത് നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും അതിന് തക്ക പ്രതിഫലം തരാൻ ദൈവത്തിൻ്റെ പക്കലുണ്ട്. അപ്പോൾ നമ്മൾ ജീവനോടിരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ നമുക്ക് കൃപയായിട്ട് രക്ഷ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു രക്ഷയുമില്ല, മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയില്ല. ബഹുമാന്യനായിരിക്കുന്ന ഡോക്ടറോട് ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. കുടുംബജീവിതം, സുവിശേഷ വേല, താങ്കളുടെ ഈ പ്രൊഫഷൻ എല്ലാം കൂടി വെച്ച് നടത്താനുള്ള സമയം ശരിക്കും താങ്കൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ലൗകികനായിട്ട് ഈ ലോകപരമായിട്ട് ഉള്ള രീതിയിൽ നാം ജീവിക്കുകയാണെങ്കിൽ നമുക്കിതിനെല്ലാം കൂടെ സമയം കിട്ടത്തില്ല. പക്ഷേ നാം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റീസിന് വ്യത്യാസം വരും. പിന്നെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ സഹായം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവവേല, സുവിശേഷ വേല, അതായത് മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയാൻ, അതായത് നമ്മുടെ ജോലിക്കൊപ്പം തന്നെ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡോക്ടറുടെ വീട്ടിൽ ഭാര്യയും മക്കളും കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് എന്നൊന്ന് വിശദീകരിക്കും. വൈഫ് ഉണ്ട്, പിന്നെ 2 പെൺകുട്ടികൾ ഉണ്ട്. 2 പെൺകുട്ടികളും വിവാഹിതരാണ്. അവർ IT ഫീൽഡിലാണ്. അപ്പോൾ വൈഫ് സുവിശേഷ വേല ചെയ്യുന്നു. ഡോക്ടർ, നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, പല പ്രായക്കാരുണ്ട്. അടുത്ത ഒരു തലമുറയെ നോക്കിയിട്ട് താങ്കൾക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് എന്തെങ്കിലും ഒരു സന്ദേശം പറയുവാനുണ്ടോ? യേശുവുമായിട്ട് കൂടി ദൈവവചനം വായിച്ച് മനസ്സിലാക്കി ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നത് നമുക്ക് ഈ ലോകത്തിൽ മറ്റെല്ലാത്തെക്കാളും വലുതാണ്. അപ്പോൾ നാം മനസ്സിലാക്കിയ ഈ യേശുവിനെ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയും അവരുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കുകയും നാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിന് തന്നെ ചെയ്യുന്ന ഒരു വലിയ നന്മയായിരിക്കും. അവിടെ ദൈവനാമം മഹത്വപ്പെടും. നമുക്കും നമ്മുടെ കുടുംബത്തിനും തലമുറയായി അതൊരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, ബഹുമാന്യനായ ഡോക്ടർ നമ്മളോട് തൻ്റെ വിശ്വാസം സംബന്ധിച്ച് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത്, ഏറ്റെടുക്കേണ്ടുന്നത് ഇതാണ്: യേശുവിനോട് കൂടിയത് തനിക്ക് തൻ്റെ കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹമായി. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാറ്റിലും ദൈവിക ഇടപെടൽ അവൻ നടത്തി അവൻ നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. അത് താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും അനുഗ്രഹ കാരണം തന്നെയായിരിക്കും. അടുത്ത ആഴ്ച ഇതുപോലെ വൈദ്യശാസ്ത്ര രംഗത്ത് വിദഗ്ധനായിരിക്കുന്ന മറ്റൊരു ഡോക്ടറോട് ചേർന്ന് ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് വീണ്ടും സന്ധിക്കാം. അന്നേരം വരെയും കർത്താവായ യേശു ക്രിസ്തു താങ്കളെ തൻ്റെ കരങ്ങളിൽ വഹിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.